ഒരു കഥ പറയാം. അമേരിക്കയിലെ ഒഹായോ എന്ന സ്ഥലത്ത് ഒരു ചെറിയ വീട്ടിൽ 2 ആൺകുട്ടികളുണ്ടായിരുന്നു. വിൽബർ റൈറ്റ്, ഓർവിൽ റൈറ്റ് എന്നിങ്ങനെയായിരുന്നു അവരുടെ പേര്. കളിപ്പാട്ടങ്ങളോട് കമ്പമേറെയുള്ള കുട്ടികൾ. അവരുടെ അച്ഛൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലും കളിപ്പാട്ടം കൊണ്ടുവരും. അതിനവർ കാത്തിരിക്കും. ഒരു ദിവസം റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ചെറിയ കളിപ്പാട്ട ഹെലികോപ്റ്റർ സമ്മാനിച്ചു. അന്നതിന് ഹെലികോപ്റ്റർ എന്നൊന്നും പേരില്ല. ആ കളിപ്പാട്ടം 2 കുട്ടികളിലും വളരെ കൗതുകമുണ്ടാക്കി. ഇതിൽ നമുക്കും കയറിയിരുന്ന് പറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലോ എന്ന് ചിന്തിച്ചു. അതൊരു സ്വപ്നമായി. കുട്ടികൾക്കൊപ്പം ആ സ്വപ്നവും വളർന്നു. പിന്നീട് 2 പേരും ചേർന്ന് ഒരു സൈക്കിൾ റിപ്പയർ ഷോപ്പ് തുടങ്ങി. അവിടെ നിന്ന് കിട്ടുന്ന ചെറിയ യന്ത്രഭാഗങ്ങൾ ചേർത്ത് അവർ പറക്കുന്ന സൈക്കിൾ ഉണ്ടാക്കാനുള്ള പണി തുടങ്ങി. പലവട്ടം അവരുടെ പറക്കൽ സ്വപ്നം പരീക്ഷണങ്ങളിൽ നിലതെറ്റി വീണു. ഒടുവിൽ 120 അടി ഉയരത്തിൽ പറന്ന് അവർ പരീക്ഷണം വിജയിപ്പിച്ചു. ആ പറക്കലാണ് വിമാനം എന്ന കണ്ടുപിടുത്തത്തിലേക്ക് എത്തിയത്. ആ കളിപ്പാട്ട കമ്പക്കാരായ 2 കുട്ടികളാണ് റൈറ്റ് സഹോദരന്മാർ എന്ന പേരിൽ വിമാനത്തിൻ്റെ ഉപജ്ഞാതാക്കളായി ലോകം മുഴുവൻ ഇന്നറിയപ്പെടുന്നത്. ഈ കഥ ഇപ്പോൾ എന്തിനു പറയുന്നു എന്ന് തോന്നുന്നുണ്ടാവാം. അതിനൊരു കാരണമുണ്ട്. വൻകിട വിമാന കമ്പനികൾ ലോകം വാഴുന്ന കാലത്ത് കേരളത്തിലെ ഒരു സാധാരണ സഹകാരി ഒരു സ്വപ്നം കാണുകയാണ്. സഹകരണ മേഖലയിൽ ഒരു വിമാന കമ്പനി തുടങ്ങണം. കുറഞ്ഞ ചെലവിൽ അതിലൂടെ സാധാരണക്കാർക്കും വിമാനത്തിൽ പോകാനാകണം. വിത്തിടാനും നിലമൊരുക്കാനും കർഷകന് വായ്പ നൽകുന്ന ചെറിയ സഹകരണ സംഘങ്ങളുള്ള ഈ കേരളത്തിൽ ഒരു സഹകരണ വിമാന കമ്പനി തുടങ്ങുകയോ? ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് ഏറെയും. നടക്കില്ലെന്ന് വിശ്വസിക്കാനാണ് എളുപ്പം. എന്നാൽ സഹകരണ മേഖലയിൽ വിപ്ലവങ്ങൾ തീർത്ത കോഴിക്കോട്ടുകാരൻ CN വിജയകൃഷ്ണനാണ് വിമാന കമ്പനി സ്വപ്നം കണ്ടത്. അത് അങ്ങനെ എളുപ്പത്തിൽ വിട്ടുകളയാൻ അദ്ദേഹത്തിനാവില്ല. വൻകിട കമ്പനികൾ മാത്രം ഉടമകളായുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് സഹകരണ ബദലുണ്ടാക്കിയ സഹകാരിയാണ് വിജയകൃഷ്ണൻ. വയനാട്ടിൽ അദ്ദേഹം സപ്ത എന്ന പേരിൽ സഹകരണ മേഖലയിൽ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ പണിതുയർത്തി. മഞ്ചേരിയിൽ സഹകരണ മാൾ നിർമ്മിച്ചു. പാലക്കാടും കായംകുളത്തുമെല്ലാം മൾട്ടിപ്ലക്സ് തിയേറ്റർ കോംപ്ലക്സുകളുണ്ടാക്കി. ഇതൊന്നും സഹകരണ മേഖലയിൽ സാധ്യമല്ലെന്ന് വിശ്വസിച്ചവരായിരുന്നു ഭൂരിഭാഗവും. അവർക്കിടയിലൂടെ ഒറ്റയ്ക്ക് നടന്നാണ് താൻ കണ്ട സ്വപ്നങ്ങൾ സഹകരണ മേഖലയിൽ അദ്ദേഹം സാധ്യമാക്കിയത്. ഇതെല്ലാം രാജ്യത്ത് മാത്രമല്ല ഏഷ്യയിൽ തന്നെ ആദ്യത്തേതായിരുന്നു. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം പറഞ്ഞ ഒരു വാക്യമുണ്ട്: ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതാണ് ശരിയായ സ്വപ്നമെന്ന്. അങ്ങനെ കണ്ട സ്വപ്നത്തിലേക്കാണ് വിജയകൃഷ്ണൻ ഇപ്പോൾ നടക്കുന്നത്. ഇനി എന്താണ് കോ എയർ എന്ന് പേരിട്ട സഹകരണ വിമാന സർവീസ് പദ്ധതി എന്ന് നോക്കാം. 48 പേർക്ക് സഞ്ചരിക്കാവുന്ന ചെറുവിമാനങ്ങളാണ് ഇതിൽ വരുന്നത്. 5 ഫ്ലൈറ്റുകൾ ഒരു വർഷം സർവീസ് നടത്തുന്നതിന് വേണ്ടി വരുന്ന ചെലവ് 100 കോടി രൂപയാണ്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നീ കേരളത്തിലെ 4 വിമാനത്താവളങ്ങൾക്കൊപ്പം മംഗലാപുരം, കോയമ്പത്തൂർ, ബംഗളൂരു എന്നിവയും ചേർത്തുള്ള സർവീസാണ് പദ്ധതിയിലുള്ളത്. കേരളത്തിലെ സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യത്തിലൂടെ ഇതിനുള്ള പണം കണ്ടെത്താനാകും. 2000 രൂപ ടിക്കറ്റ് ചാർജ് ഈടാക്കിയാലും ലാഭകരമായി ഈ സർവീസ് നടത്താനാകുമെന്നാണ് വിജയകൃഷ്ണന്റെ പദ്ധതി രേഖയിലുള്ളത്. ഇത് വെറുതെ തയ്യാറാക്കിയതല്ല. വ്യോമയാന രംഗത്തെ പരിചിതരും വിദഗ്ധരും ചേർന്നാണ് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. ഞാൻ ഗവൺമെൻറ്റിൽ കൊടുത്ത നിർദ്ദേശം, നമ്മൾ 72 സീറ്റുള്ള 4 ഫ്ലൈറ്റ്, അത് തുടക്കത്തിൽ 2 ഫ്ലൈറ്റ്, പിന്നീട് 2 ഫ്ലൈറ്റ്, അത് ലീസിനെടുത്ത് ഒരു കൊല്ലം ഒരു ഫ്ലൈറ്റ് ഓടാൻ വേണ്ട തുക എന്ന് പറയുന്നത് 3 കോടി 20 ലക്ഷം. നിങ്ങളത് 4 കോടിയായിട്ട് റൗണ്ട് ചെയ്തോ? അങ്ങനെ വെച്ചാൽ നമുക്ക് 48 കോടി രൂപയാണ് ഒരാളെ പോലും കയറ്റാതെ ഒരു വർഷം നമുക്ക് ഒരു ഫ്ലൈറ്റിന് വേണ്ട പൈസ. ലീസ്, അതിൻ്റെ ഇന്ധനം, അതിൻ്റെ ജീവനക്കാർ ഒക്കെ അടങ്ങുന്നത്. തുടക്കത്തിൽ തന്നെ നമുക്ക് 200 ആളുകൾക്ക് ജോലി കൊടുക്കാം. പൂർണ്ണ തോതിലെത്തുമ്പോൾ അത് വളരെ വർദ്ധിക്കും. 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തയ്യാറാക്കിയ ഈ പദ്ധതി ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകി. പക്ഷേ ആ സർക്കാരിന് ഒന്നും ചെയ്യാനായില്ല. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശനും സഹകരണ മന്ത്രി M ലിജുവിനും ഈ പദ്ധതി രേഖ കൈമാറി. ഇപ്പം ഞാൻ ഈ ഗവൺമെൻറ് വരുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയെ കണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പുതിയ സഹകരണ വകുപ്പ് മന്ത്രി വന്നു, അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഏറെക്കുറെ നമുക്ക് പ്രതീക്ഷകളുണ്ട്. ലോകത്തൊരിടത്തും സഹകരണ വിമാന സർവീസുകളില്ല.
കേരളം ലോകത്തിൻ്റെ സഹകരണ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന പദ്ധതിയാകും ഇത്. സർക്കാർ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മാതൃകാപരമായ പദ്ധതിയെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു ഇതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരും ഇതിന് പൂർണ്ണ പിന്തുണ വിജയകൃഷ്ണന് നൽകിയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇപ്പം ഇതിൻ്റെ തലപ്പത്തൊക്കെ ഞാൻ വരുമെന്നില്ല. അതിനൊന്നും ഞാൻ നിൽക്കില്ല. നമ്മൾ ഐഡിയ പറയാൻ മാത്രമേ ഉള്ളൂ. നടപ്പിലാക്കേണ്ട അതുമായിട്ട് കഴിവുള്ള ആളുകൾ, ചെറുപ്പക്കാർ ഒക്കെ വേണോ. റിട്ടയർഡ് ചെയ്ത ആളുകളെ വല്ലാതെ ഉപയോഗിക്കാൻ വെക്കുക. മനസ്സിലായി, ഓരോ ബുദ്ധിയൊക്കെ പോയി ഉണ്ടാവും. അപ്പോൾ ചെറുപ്പക്കാർ, ഈ രംഗത്ത് കഴിവുള്ള ആളുകൾ, അവരൊക്കെ ഉപയോഗിക്കാം. വെറുതെ പേരെടുക്കാനൊരു സഹകരണ വിമാന കമ്പനി തുടങ്ങുന്നു എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് ചിലർക്കെങ്കിലും സംശയം തോന്നിയേക്കാം. സഹകരണ മേഖലയ്ക്ക് അടിമുടി മുന്നേറ്റമുണ്ടാകുന്ന ഒരു പദ്ധതി കൂടിയാകും ഇത്. അത് എങ്ങനെയെന്നുകൂടി പറയാം. കേരളത്തിലെ സഹകരണ സംഘങ്ങളിലെല്ലാം കൂടി 2 ലക്ഷം കോടിയിലേറെ നിക്ഷേപമുണ്ട്. ഇതിൻ്റെ 70% പോലും വായ്പയായി നൽകാനാകുന്നില്ല. നൽകുന്ന വായ്പകൾ ഭൂരിഭാഗവും കുടിശ്ശികയാണ്. അതിനാൽ സംഘങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട് തുടങ്ങി. പലിശ നിരക്ക് ലാഭമായി ലഭിക്കത്തക്ക വിധത്തിൽ സുരക്ഷിതമായ ഒരു നിക്ഷേപമായി സഹകരണ സംഘങ്ങൾക്ക് ഈ പദ്ധതിയെ മാറ്റാനാകും എന്നതാണ് ഒന്നാമത്തെ നേട്ടം. 4 വിമാനത്താവളങ്ങൾ, വിഴിഞ്ഞം എന്ന രാജ്യത്തെ പ്രധാന മദർ പോർട്ട്, മറ്റ് 3 തുറമുഖങ്ങൾ, ദേശീയപാത വികസനം പൂർത്തിയാകുന്നു. ഇതെല്ലാം കേരളത്തിൽ വലിയ ലോജിസ്റ്റിക്സ് സാധ്യതകളാണ് തുറന്നിടുന്നത്. വൻകിട കമ്പനികളാണ് ഇവിടേക്ക് എത്താനിരിക്കുന്നത്. അവരോട് മത്സരിച്ച് നിൽക്കാൻ പാകത്തിൽ സഹകരണ ലോജിസ്റ്റിക് പദ്ധതി ഇതിന് അനുബന്ധമായി ഉണ്ടാക്കാനാകും. ഒരു പഞ്ചായത്തിൽ ശരാശരി 20 സഹകരണ സംഘങ്ങൾ കേരളത്തിലുണ്ട്. ഇവയെല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു ലോജിസ്റ്റിക്സ് ശൃംഖല സ്ഥാപിക്കാനാകും. ഇതാണ് രണ്ടാമത്തെ നേട്ടം. ഇനി കേരളത്തിലെ സഹകരണ സംഘങ്ങൾക്ക് 475ഓളം ഉൽപ്പന്നങ്ങളുണ്ട്. വിദേശത്തെ ഏറെ വിപണി മൂല്യമുള്ള ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങളാണ് ഇത്. എന്നാൽ കയറ്റുമതി സംവിധാനം സഹകരണ സംഘങ്ങൾക്കില്ല. ഇതേ വിമാന കമ്പനിക്ക് കീഴിലായി ഒരു സഹകരണ കയറ്റുമതി യൂണിറ്റ് കൂടി സ്ഥാപിക്കാനാകും. 4 വിമാനത്താവളങ്ങളുള്ള ഒരു സംസ്ഥാനവും ഇന്ത്യയിലില്ല. അതിനാൽ സിവിൽ ഏവിയേഷൻ രംഗത്ത് ഒട്ടേറെ സാധ്യത കേരളത്തിനുണ്ട്. ഏവിയേഷൻ പഠനമടക്കം ഉൾപ്പെടുത്തി കേരളത്തെ ഒരു ഏവിയേഷൻ ഹബ്ബാക്കി മാറ്റുക എന്നത് ഒരു മിഷനായി UDF സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സഹകരണ വിമാന കമ്പനി അതിനുള്ള ഒരു നിർണായക ചുവടുവയ്പ്പാകുമെന്ന് ഉറപ്പാണ്. ഇതെല്ലാം നടക്കുമോ, കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് അതിന് കഴിയുമോ എന്ന് ഇനിയും ചിന്തിക്കുന്നവരോട് പറയാനുള്ളത് ഒന്നും മാത്രമാണ്: നിனைத்தால் നടക്കും, അതുക്കാக കണ്ടിപ്പാക നിனைக்க வேண்டும். നന്ദി.